എൻ്റെ പേര് സ്നേഹൽ കോറൂത്ത്. ഞാൻ ചാവറ പബ്ലിക് സ്കൂളിലെ റെസിഡൻഷ്യൽ ബാച്ചിലാണ് പഠിച്ചത്. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഈ കഴിഞ്ഞ നീറ്റിന് എനിക്ക് 690 സ്കോറും ഓൾ ഇന്ത്യ റാങ്ക് 3215 കിട്ടി. അപ്പോൾ എനിക്ക് ഇതിന് എൻ്റെ പാരൻസിനോടും ബ്രില്യൻറ്റിനോടും പിന്നെ ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത്. എൻ്റെ പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കൺസിസ്റ്റൻ്റായി പഠിക്കുക എന്നുള്ളതാണ് ചെയ്തത്. ഏത് എക്സാം വരികയാണെങ്കിലും ഞാനൊരു ഗോൾ സെറ്റ് ചെയ്യായിരുന്നു. ടോപ്പ് 100 വരണോ, ടോപ്പ് 200 വരണോ എന്നൊക്കെ ഞാൻ നോക്കുമായിരുന്നു. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ ഞാനൊരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ആദ്യം ബ്രില്യൻ്റെ നോട്ട്സും പിന്നെ ടെക്സ്റ്റ് ബുക്കും ആയിരുന്നു പഠിക്കുക. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. അതിന് ബ്രില്യൻ്റെ മോഡ്യൂളും ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തു. പിന്നെ ലേണിംഗ് ആപ്പിൽ എക്സാംസും കുറേ ഹെൽപ്പ് ചെയ്തു. ലെവൽ 1 to 4 എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാൻ ഞാൻ ആ എക്സാംസാണ് യൂസ് ചെയ്തത്. പിന്നെ ബ്രില്യൻ്റെ എക്സാംസിന് നമുക്ക് കുറേ പുതിയ പോയിൻറ്റ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും. ഇപ്പം NCERT നമ്മൾ മിസ് ചെയ്ത് പോകുന്ന കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പം ബാക്ക് എക്സസൈസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ചിലപ്പം കുറേ ആൾക്കാർ കാണില്ലായിരിക്കും. പക്ഷെ അതൊക്കെ ബ്രില്യൻ്റെ എക്സാംസിന് വരുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്. പിന്നെ സമ്മറിയിലെ പോയിൻറ്റ്സും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അവസാനമായപ്പം മോഡൽ എക്സാംസ് കണ്ടിന്യൂസ്ലി ആണ് ബ്രില്യൻ്റ് കണ്ടക്ട് ചെയ്തത്. അപ്പം പിന്നെ കുറേ മോഡൽ എക്സാംസ് കഴിഞ്ഞ് നീറ്റ് എഴുതിയപ്പോൾ ജസ്റ്റ് ഒരു ബ്രില്യൻ്റ് എക്സാം എഴുതുന്ന പോലെയാണ് തോന്നിയത്. പിന്നെ എനിക്ക് MBBS എടുക്കാൻ പണ്ടൊട്ടേ എനിക്കൊരു ഡ്രീമാണ്. പിന്നെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ്. എപ്പോഴും ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് മാത്സ് ഇഷ്ടമാണ്, എന്നാലും എപ്പോഴും ഡോക്ടറാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ. പിന്നെ കേരളത്തിൽ എപ്പോഴും റിസൾട്ട് കൂടുതൽ ബ്രില്യൻ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രില്യൻ്റ് ചൂസ് ചെയ്തത്. പിന്നെ പാരൻസിൻ്റെ കൊളീഗ്സും കുറേ കുട്ടികളൊക്കെ ബ്രില്യൻ്റിന് നല്ല സക്സസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ബ്രില്യൻ്റ് ചൂസ് ചെയ്തത്. നമസ്കാരം, ഞാൻ സ്നേഹൽ കോറത്തിൻ്റെ ഫാദറാണ്. ഞാൻ ബ്രില്യൻ്റിൽ മോളെ അയക്കാൻ കാരണം എൻ്റെ ഫ്രണ്ട്സും പഴയുള്ള എല്ലാവരുടെയും ഒപ്പീനിയൻ കാരണമാണ്. അതൊരിക്കലും എനിക്ക് തെറ്റിയിട്ടില്ല. ബ്രില്യൻ്റിൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് എക്സാം എഴുതുന്നത്, അവർ എക്സാക്ട്ലി ആ നീറ്റ് എക്സാം എങ്ങനെയാണ് അവർ കുട്ടികൾ ഫേസ് ചെയ്യുന്നത് വെച്ചാൽ അതേ എക്സാംസാണ് അവരുടെ ഡെയിലി എക്സാംസ് നടക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ബ്രില്യൻ്റെ സക്സസ്. എല്ലാവരും ബ്രില്യൻസിൻ്റെ ടീച്ചേഴ്സിനോടും അവിടെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ പാലാ ചാവറ CMI സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.